ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. നിങ്ങളിപ്പോ കുറെ പ്രാവശ്യമായി പറയാം ഇനി നമുക്ക് ഇതിനകത്ത് അപ്പീലൊന്നുമില്ല. നീ ഇതൊക്കെ എന്താ സാധനത്തിന് വെച്ചേക്കണേ? ഞാൻ കളയാൻ വെച്ചേക്കണേ അവിടെ കെട്ടി തൂക്കിയിട്ടാണ് ഇതുകൂടെ കൊണ്ടുവന്ന് തിരുവെടുത്ത് കൊണ്ടു വെച്ചേക്കുന്നത്. ഇതോ ഇപ്പൊ കട്ട് ചെയ്താണ് സാറേ. ഒക്കെയാണ് ഒരു കാര്യം ചെയ്തത്. ഈ പരിപാടി പോയ തൽക്കാലം ഒന്നേ ഇതൊക്കെ വൃത്തിയാക്കി ഒന്ന് മെനയാക്കിയിട്ട് മതി. കാരണം ആവശ്യമില്ലാതെ പറയണത്. അപ്പൊ റെഡിയാക്കണമെന്നാണോ റെഡിയാക്കണമെന്നാണോ പറഞ്ഞത്? റെഡിയാക്കാനല്ലേ പറഞ്ഞത്. നീ എന്തായാലും ഈ നീ അത് ചെയ്താൽ മതി. ടെൻഷൻ ആവണ്ട. ഇത് മാറ്റിക്കാൻ മോനെ. ഇതിങ്ങനെ തുറന്നൊന്നും മോനെ ആ ഫ്രീസറിന്റെ അടി അരമണിക്കൂറല്ല സംഭവം ക്ലോസ് ചെയ്തിട്ട് അറിയാം. നീ ആളെ ഒരു വക മൊട്ടാക്കരുത് കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. അല്ലാതെ ഇതിപ്പോ കട്ട് ചെയ്തതാണെങ്കിൽ കുറച്ച് മുമ്പ് കട്ട് ചെയ്താണെങ്കിൽ എനിക്ക് ഇത് കണ്ട് കാര്യമില്ല മോനെ. എറണാകുളം ജില്ലയിൽ വേങ്ങൂരിന് പുറമെ കളമശ്ശേരിയിലും മഞ്ഞപ്പിത്ത രോഗം പടർന്നു പിടിക്കുകയാണ്. 28 പേർക്കാണ് കളമശ്ശേരിയിൽ മഞ്ഞപ്പിത്ത രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒറ്റ ദിവസം കൊണ്ടാണ് ഈ 28 പേർക്കും രോഗം സ്ഥിരീകരിച്ചതെന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കളമശ്ശേരിയിലെ കടകളെല്ലാം തന്നെ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമാണ്. എല്ലാ കടകളും, അതായത് ഒരു ഫ്രൂട്ട്സ് കടയിൽ നിന്നാണ് ഈ രോഗം സ്ഥിരീകരിച്ചത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പുറത്തുവരുന്ന വാർത്ത. അതുകൊണ്ട് തന്നെ കടകമ്പോളങ്ങളിൽ എല്ലാം കേന്ദ്രീകരിച്ച് ആരോഗ്യവകുപ്പ് ജീവനക്കാർ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പരിശോധന നടത്തുന്ന സാഹചര്യമാണ്. ഇവിടെ നിന്ന് പാഴ്വസ്തുക്കൾ ഉൾപ്പെടെ കണ്ടെത്തുന്ന കടകൾക്ക് നോട്ടീസ് നൽകുകയും കടകൾ അടപ്പിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, എറണാകുളം ജില്ലയിൽ വേങ്ങൂരിൽ ഏകദേശം ഇപ്പോൾ തന്നെ 200 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇത് പൈപ്പ് ലൈനിൽ നിന്നാണ്, ഈ കുടിവെള്ളത്തിൽ നിന്നാണ് രോഗം സ്ഥിരീകരിച്ചത് എന്നുള്ളതാണ്. കളമശ്ശേരിയിലും അത്തരത്തിൽ കുടിവെള്ളത്തിൽ നിന്നാണ് രോഗം സ്ഥിരീകരിച്ചത് എന്നുള്ളതാണ്. ഒരു ജ്യൂസ് കടയിൽ, ആ ജ്യൂസ് കടയിലാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. എന്തായാലും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, പരിശോധന നടത്തുന്ന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നമുക്കൊപ്പമുണ്ട്. സാറേ, എന്താണ് ഇപ്പോൾ ഈ രോഗം പടർന്നു പിടിക്കുന്നതുകൊണ്ട് നടപടി എന്താണ്? നമ്മളെ സംബന്ധിച്ച് കളമശ്ശേരി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 27ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ നമുക്ക് 10 കേസുകളാണ് ആക്റ്റീവായിട്ടുള്ളത്. അത് നമ്മൾക്കിപ്പോൾ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് കളമശ്ശേരി നഗരസഭയുടെ വാർഡ് 5 ആ ഭാഗത്തു നിന്നുള്ളതാണ്. നമുക്ക് ആരോഗ്യവകുപ്പ് അധികൃതരുമായിട്ട് ഇന്നലെ നടത്തിയ ഒരു മീറ്റിങ്ങിൽ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇത്തരത്തിലൊരു സംജാതം ഇപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ വേങ്ങൂർ പോലുള്ള ഒരു സ്ഥലത്ത് വ്യാപകമായ രീതിയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നുണ്ട്. സമാന രീതിയിൽ ഇപ്പോൾ ഒന്ന് വേനൽക്കാലമാണ്. ആ വേനൽക്കാലത്ത് ദാഹം അകറ്റാൻ വേണ്ടി വ്യാപകമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഈ വെള്ളം കൊടുക്കുന്ന ഒരു സംവിധാനം വഴിനീളെ ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഒരു വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾ അതിന് നേരെ പയ്യെ നിശബ്ദമായിട്ട് കണ്ണടയ്ക്കുകയാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായ സ്ഥിതിക്ക് അടിയന്തരമായിട്ടുള്ള ഒരു പരിശോധനയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നടക്കുന്നത്, ഇന്നലെ നമ്മൾക്ക് കൗൺസിലുണ്ടായിരുന്നു, കൗൺസിലിൻ്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വ്യാപകമായ രീതിയിലുള്ള നമ്മൾ ഒരു ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള മൈക്ക് അനൗൺസ്മെൻറ്റ്, അതുപോലെ ലഘുലേഖ വിതരണം, ഇതെല്ലാം നമ്മൾ 18ഉം 19ഉം ഒക്കെ ആയിട്ട് മഴക്കാലപൂർവ്വ ശുചീകരണമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഭാഗമായിട്ട് നടക്കും. എന്നാൽ പോലും ഇത്തരത്തിലുള്ള വ്യാപകമായ ഒരു പരിശോധന ആവശ്യം വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഹോട്ടലുകളിലേക്ക് പോവാതെ ഇത്തരത്തിലുള്ള ജ്യൂസ് കോർണറുകളിലേക്ക് മാത്രം കയറി നോക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുകയാണോ? വരും ദിവസങ്ങളിലേക്ക് പരിശോധനാ നടപടികൾ കർശനമാക്കി പോകും. കാരണം നമുക്ക് എല്ലാ മാനദണ്ഡങ്ങളും പരിശോധിച്ച് പോകേണ്ടത്. പക്ഷേ ബേസിക്കലി ഇപ്പോൾ ജലജന്യ രോഗം എന്നുള്ള രീതിയിലേക്ക് വരുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ആദ്യം ഈ ജ്യൂസുകളിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 28 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു എന്നുള്ളത് കണക്ക് വരുന്നുണ്ട് പുറത്ത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരിലേക്ക് അത് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യവകുപ്പ് എങ്ങനെയാണ് കാണുന്നത്? നിലവിലിപ്പോൾ അവരങ്ങനെ ഒരു വലിയൊരു മാർജിനിലേക്ക് പോയിട്ടില്ല. കാരണം അവരും ആശാപ്രവർത്തകരും അംഗൻവാടി ടീച്ചർമാരും ഉൾപ്പെടെയുള്ളവർ ഒരു വലിയ സ്ക്വാഡ് രൂപീകരിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് പോകുന്നുണ്ട്. കണ്ട വാർഡുകളിലെല്ലാം ഇപ്പോൾ ഒരു കംപ്രസിങ് സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കുള്ളൊരു വെല്ലുവിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റോ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യൂരിഫൈഡ് വാട്ടർ വരുന്ന സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനൊരു കാരണമായി തോന്നുന്നത്, നമ്മളെ സംബന്ധിച്ച് ഇവിടെ വാട്ടർ പമ്പിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർമീഡിയറ്റ് സിസ്റ്റമാണ്, കണ്ടിന്യൂസ് സിസ്റ്റം അല്ല. അപ്പോൾ കണ്ടിന്യൂസ് സിസ്റ്റം അല്ലാത്തതുകൊണ്ട് പമ്പിങ് നിലയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ വെള്ളത്തിൻ്റെ ഒരു തിരിച്ചുള്ള ഒരു ഒഴുക്ക് ഉണ്ടാവുകയും അപ്പോൾ ആ സമയത്ത് ഈ നമ്മുടെ ലൈൻ പോരുന്ന ഭാഗങ്ങൾ നേരത്തേക്ക് ഇട്ടിരിക്കുന്ന ലൈനുകളാവാം, ഒരുപക്ഷെ ക്രാക്കുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ജോയിൻ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു യൂസിങ് ഇതിലേക്ക് ഉണ്ടാവുകയും പുറത്തു നിന്നുള്ള മലിനജലം ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. സൂപ്പർ കോർഡിനേഷൻ വഴി ഇത് പരിഹരിക്കുന്നതിന് വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു പരിശ്രമമുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ പ്യൂരിഫൈ ചെയ്ത വെള്ളം കുടിച്ച ആളുകൾക്കും റോ വാട്ടർ കുടിച്ച ആളുകൾക്കും രോഗമുണ്ടാവുന്നു എന്നുള്ളൊരു അറിയിപ്പ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിക്കുന്നതിന് വേണ്ടിയൊരു നടപടി, അതുപോലെ കത്തിടപാടുകളും നഗരസഭാ തലത്തിലും ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള പരിപാടികൾ നിലവിൽ നടക്കുന്നുണ്ട്.
എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ വ്യാപനം കളമശ്ശേരിയിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എങ്കിൽ പോലും കർശനമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. മഴക്കാലം വരാൻ പോവുകയാണ്. അതിനുള്ളൊരു മുന്നൊരുക്കം കൂടി ആയിട്ടാണ് ഈ ഒരു പരിശോധന എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിബിനൊപ്പം റിനു ശ്രീധർ, മീഡിയ 1.